ഹായ് ഡിയേഴ്സ്. അപ്പോൾ ബ്ലാ ഗംഗ ഒരു പ്രത്യേക രീതിയിലുള്ള അവരുടെ ഒരു ചാനലിനോടുള്ള സമീപനം, ഇൻസ്റ്റാഗ്രാമിൽ അവരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ ഏറ്റവും മോശമായിട്ട് അവരെ ഹെർട്ട് ചെയ്യണ കമൻ്റ് എടുത്തിട്ട് അതൊരു കോമഡിയിൽ അവസാനിപ്പിക്കും. അച്ഛനും അമ്മയൊക്കെ കട്ടയ്ക്ക് നിൽക്കും. ശരിക്കും പറഞ്ഞാൽ ആ വീഡിയോകൾ കണ്ട നമ്മൾ പോലും ചിരിച്ചു പോകും. കമൻറ്റ് വളരെ ക്രൂവലാണ്. അതായത് കോളനി വാണങ്ങൾ, കക്കൂസമില്ലേ വീട്ടിൽ, പിന്നെ മലർന്ന് കിടന്ന് കാശുണ്ടാക്കിക്കൂടെ, ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും മോശമുള്ള കമൻറ്റുകളാണ്. പക്ഷെ അതിനെതിരെ വളരെ സീരിയസ് ആയിട്ട് റിയാക്ട് ചെയ്യാനൊന്നുമില്ല. ആ കമൻ്റ് ഇട്ട ആളുടെ വയറ് നിറയ്ക്കത്തക്ക രീതിയിൽ അത് ഏറ്റവും ഹാസ്യമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള ഒരു പ്രത്യേക ടാക്ടിക്സ് ആണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് വ്യൂസ് ഉണ്ട്. യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഒരുപോലെ ഗംഗ ആക്റ്റീവാണ്. ഗംഗയും ഗംഗയുടെ അച്ഛനും അമ്മയാണ്. ഗംഗയ്ക്ക് താഴെ 2 കുട്ടികളുണ്ട്. അതിൽ ഒരു അനീറ്റയുടെ കല്യാണം കഴിഞ്ഞു. ഗംഗ വിവാഹിതയല്ല. ഗംഗയുടെ അനിയൻ പഠിക്കുകയാണോ അതോ ജോലിക്ക് പോകണോ, അതിൻ്റെ എന്തായാലും 3 മക്കളും അമ്മയും അച്ഛനും കൂടുന്ന കുടുംബമാണ്. അതിൽ പക്ഷേ ഗംഗയാണ് ആ ചാനലിൻ്റെ മെയിനായിട്ടുള്ള ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി നമ്മൾക്ക് അവരുടെ 1-2 വീഡിയോകൾ കണ്ടു നോക്കാം കേട്ടോ. അവർ റിയാക്ഷൻ ചെയ്യുന്ന വീഡിയോകൾ. കക്കൂസ് ഉണ്ടാക്കിയില്ലേന്ന് ചേട്ടാ. പിന്നെ അച്ഛൻ്റെ മുട്ടിന് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ടേ പുള്ളിക്ക് എപ്പോഴും അങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ പുള്ളി നടക്കുന്ന വഴിയിൽ അങ്ങ് വിട്ടങ്ങ് പോവുകയാണ്. അപ്പോൾ പഞ്ചായത്തുകാർ പറഞ്ഞ് നിങ്ങൾ പോകുന്ന വഴിയിലല്ല ഇങ്ങനെ ഓരോന്ന് കുത്തി ഒന്നും തരാൻ പറ്റില്ല, അച്ഛന് വല്ല ഡയപ്പർ ഇട്ട് കൊടുക്കാൻ. ചേട്ടന് പറ്റുമെങ്കിൽ ഈ ഒരു കവടം കൊണ്ട് എൻ്റെ അച്ഛനെ പറയുകയാണെങ്കിൽ എൻ്റെ അച്ഛന് വലിയൊരു സഹായമായിരുന്നു. ഗംഗയും ഗംഗയുടെ ഫാമിലിയും ഒരു പ്രമുഖ ഓൺലൈൻ ചാനലിന് ഇൻ്റർവ്യൂ കൊടുക്കേണ്ടായി. അവൾ ഞെട്ടിപ്പിക്കുന്ന ഒരു വെളിപ്പെടുത്തലുകളാണ് ശരിക്കും പറഞ്ഞാൽ അവരുടെ അമ്മ ചെയ്തത്. അതായത് ആ 3 മക്കളുടെ അച്ഛൻ കൂടെ ജീവിക്കുന്ന മഞ്ജു എന്ന് വിളിക്കുന്ന മനോജല്ല. അതിൻ്റെ പുറകിലുള്ള സ്റ്റോറി, അതായത് ആദ്യത്തെ ഭർത്താവ് ഭയങ്കര കുടിയനാണ്. അയാളുടെ മർദ്ദനവും ഇതും സഹിക്കാൻ പറ്റാതെ പോലീസ് സ്റ്റേഷനിൽ അഭയം തേടുന്നു. അവിടുന്ന് പോലീസുകാർ അവരെ വീണ്ടും ഒരുമിപ്പിച്ച് വിടുന്നു. അങ്ങനെ 3ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായിരിക്കെ അയാൾ സ്ഥലം വിടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ 3ാമത്തെ കുഞ്ഞിനെ ഗർഭിണിയായി ഈ 2 കുട്ടികളെയും കൊണ്ട് ഈ കടത്തെണ്ണയിൽ ഉറങ്ങുന്ന, ഭിക്ഷയാചിച്ച് നടന്നിട്ട് പകൽ മുഴുവൻ ഭിക്ഷയാചിച്ച് ഈ 3 കുട്ടികളെയും കൊണ്ട് നടക്കും. പിന്നെ രാത്രി കടത്തെണ്ണയിലും സ്കൂളിൻ്റെ വരാന്തയിലും അങ്ങനെ ഈ കുറേ തെരുവ് നായ്ക്കൾ അവർക്ക് കാവലായിട്ടുണ്ട്. ആദ്യമൊക്കെ നായ്ക്കൾ ആക്രമാസക്തരായിട്ട് ചെന്നെങ്കിലും പിന്നെ മനസ്സിലായി അവരും നമ്മളെപ്പോലെ അനാഥരാണെന്നുള്ള ആ ഒരു ഇതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ തെരുവ് നായ്ക്കളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഈ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ജീവിക്കുമ്പോൾ ആ നാട്ടിൽ അവർ അറിയാത്തവരായിട്ട് ആരുമില്ല. ഈ പിച്ച യാചിച്ച് ഈ അമ്മയും 3 മക്കളും ഇങ്ങനെ തെരുവോരങ്ങളിൽ അലഞ്ഞു നടക്കുന്നു. അതിൽ ഏറ്റവും അധികം അതിൻ്റെ ആ ഒരു ട്രോമയൊക്കെ അനുഭവിച്ചിട്ടുള്ളത് ഈ മൂത്ത മകളായിട്ടുള്ള ഗംഗയാണ്. കാരണം ആ കുട്ടിക്കാണ് കുറച്ചും കൂടി ബോധമായിട്ടുള്ളത്. അപ്പോൾ ആ പട്ടിണിയുടെയും ഗംഗയ്ക്ക് ഇത്തിരി ഒരു ചോറ്റുപാത്രത്തിൽ പാലും പിന്നെ ഒരു ബണ്ണും കരുതിയിട്ടാണ് ആ അമ്മ നടക്കുക. മറ്റേ കുട്ടികൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ വളരെ ശോകമായിട്ടുള്ളൊരു ആ ഒരു 3 ഇന്നൊക്കെയാണെങ്കിൽ അവരെ റീഹാബിലിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ വനിതാ ശിശുക്ഷേമ വകുപ്പിലൊക്കെ അവരെ ഏറ്റെടുക്കാനൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിലും അന്നത് ഉണ്ടായിട്ടില്ലായിരിക്കാം എന്ന് വിചാരിക്കുന്നു. എന്തായാലും അവരെ ഒരുപാട് കാലം ഇങ്ങനെ ഭിക്ഷയാചിച്ച 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഈ തെരുവുനായ്ക്കളുടെ സംരക്ഷണത്തിൽ ജീവിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ നാട്ടിലെ തന്നെ മഞ്ജു എന്ന് വിളിക്കുന്ന മനോജ് എല്ലാ കൂലിപ്പണിക്കുമായ ഒരു മടിയില്ലാത്ത അധ്വാനിക്കുന്ന ഒരു പാവം മനുഷ്യൻ ആ 3 കുഞ്ഞുങ്ങളെ കണ്ടിട്ട് അയാളോട് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, വൈഫിനെ കണ്ടിട്ടാണോ അല്ലെങ്കിൽ അവരോട് സ്നേഹം തോന്നിയിട്ടാണോ? അയാൾ ഉടനെ മറുപടി പറയുന്നുണ്ട്, അല്ല, എനിക്ക് ആ മക്കളെയാണ് ആദ്യം സ്നേഹിക്കാൻ തോന്നിയത്. അയാളുടേതല്ലാത്ത 3 കുഞ്ഞുങ്ങളെ, അത് 1ഉം 3ഉം അല്ലാത്ത 3 കുഞ്ഞുങ്ങളെയും ആ സ്ത്രീയെ അടക്കം ഏറ്റെടുക്കുമ്പോൾ ഒരിക്കലും അയാൾ വേറൊന്നും ചിന്തിച്ച് കാണില്ല. വിവാഹം പോലും തൻ്റേതായിട്ടുള്ള ഒരു ജീവിതം അല്ലെങ്കിൽ തനിക്കൊരു വിവാഹം വേണമെന്ന് ഒന്നും ചിന്തിക്കാതെ അയാൾ എടുത്തു ചാടി. അയാളുടെ വീട്ടുകാരും സഹോദരങ്ങളൊക്കെ പക്ഷേ അതിനൊരു എതിർപ്പും പറഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ വളരെ പോസിറ്റീവായിട്ട് തന്നെ അയാൾ അന്ന് മുതൽ അധ്വാനിച്ചിട്ട് ആ 3 കുഞ്ഞുങ്ങളെയും ആ വൈഫിനെയും നോക്കുന്നു. അന്ന് മുതൽ ആ വൈഫിൻ്റെ ദുരിതം തീർന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരുപാട് ട്രോമകൾ അനുഭവിച്ച് അവർ എത്തിപ്പെട്ടത് വളരെ നല്ലൊരു മനുഷ്യൻ്റെ കയ്യിൽ. അയാൾ സകല ജോലിക്കും പോയി ആ അമ്മയും മക്കളെയും എന്താ പറയുക പൊന്നു പോലെ നോക്കി എന്നുള്ളതാണ്. ഇപ്പോൾ ആ 3 കുട്ടികളും വലുതായി. 2ാമത്തെ മകളുടെ വിവാഹം കഴിഞ്ഞു. ഗംഗ അച്ഛനും അമ്മയ്ക്കും ഒപ്പം അവിവാഹിതയാണ്. പക്ഷെ അവർ വിവാഹം കഴിക്കില്ല എന്നൊന്നുമില്ല. എങ്കിലും ചില മനുഷ്യർ നമ്മൾ ജന്മം കൊണ്ട് അച്ഛനാവണമെന്നില്ല, മനസ്സുകൊണ്ട് അച്ഛ എന്ന് ആ 3 കുട്ടികൾ വിളിക്കുന്നതാണ് ഏറ്റവും പ്രധാനം. രക്തബന്ധത്തിൽ സ്വന്തം അച്ഛനാണ് ഏറ്റവും സ്നേഹം തരിക എന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് കേട്ടോ. ജന്മം കൊണ്ടല്ല,
മനസ്സുകൊണ്ടാണ് ആ കുട്ടികൾ അയാളെ അച്ഛനായിട്ടും സ്വന്തം മക്കളെ അയാളുടെ രക്തമല്ലാതെ ഇരുന്നിട്ട് കൂടി ആ 3 കുഞ്ഞുങ്ങളെ സ്വന്തം മക്കളായിട്ട്, ശരിക്കും പറഞ്ഞാൽ ആ ഇൻസ്റ്റാഗ്രാം ചാനൽ കാണുന്ന ആർക്കും പറയാൻ പറ്റില്ല അത് അവരുടെ അച്ഛനല്ല. എല്ലാവരും വിചാരിച്ചിരുന്നത് അവരുടെ അച്ഛനും അമ്മയാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തലുകൾ, ഇത് ആ സ്ത്രീയുടെ ഒരു ജെനുവിനിറ്റി നോക്കണം. അവർ ഭിക്ഷയാചിച്ച് നടന്നതും എല്ലാ കാര്യങ്ങളും ആ നാട്ടിലുള്ളവർക്കറിയാം. അപ്പോൾ ഒരു ചാനൽ ഇൻ്റർവ്യൂവിൽ വന്നിട്ട് ഇതെൻ്റെ മക്കളുടെ അച്ഛനാണ്, ഞാൻ വളരെ ഡീസൻ്റായിട്ട് 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ ഭർത്താവിൻ്റെ കൂടെ അതൊന്നുമല്ല. അവർ കൃത്യമായിട്ട് തൻ്റെ അവസ്ഥ വെളിപ്പെടുത്തി. ആദ്യത്തെ ഭർത്താവ് ഉപേക്ഷിക്കുന്നു, അതിലുള്ള ആ ഒരു ട്രോമ വെച്ച് ആ 2 കുഞ്ഞുങ്ങളെയും പിന്നെയും അയാൾ വന്ന് കൂടുന്നു, പോലീസുകാർ ഒരുമിച്ച് ജീവിക്കാൻ പറയുന്നു, വീണ്ടും ഒരു കുഞ്ഞും കൂടി ആവുന്നു, അതോടുകൂടി അയാൾ എന്നൊക്കെയായിട്ട് രക്ഷപ്പെടുന്നു. 3 കുഞ്ഞുങ്ങളെയും അവരുടെ അമ്മയെ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് രക്ഷപ്പെട്ടു പോയ ആ രക്തം എന്ന് പറയുന്ന ആ അച്ഛനാണോ ഈ 3 കുഞ്ഞുങ്ങളെയും സ്വന്തം കുഞ്ഞുങ്ങളായിട്ട് ഏറ്റെടുത്ത് അവരോടുള്ള വാത്സല്യം കൊണ്ട് മാത്രം ആ സ്ത്രീയെയും കൂടി ഏറ്റെടുത്ത് അവരെ പൊന്നുപോലെ ഇതുവരെ നോക്കിയ ആ അച്ഛനാണോ ഏറ്റവും നല്ല അച്ഛൻ എന്ന് ചോദിച്ചാൽ സംശയമില്ല. നമ്മൾ കുട്ടികളെ മനസ്സുകൊണ്ടാണ് അല്ലേ, ഒരിക്കലും ജന്മം കൊണ്ടുള്ള അച്ഛൻ ചെയ്ത ക്രൂരതയൊന്നും ഈ അച്ഛൻ അവരോട് ഒരിക്കലും ചെയ്തിട്ടില്ല. ഒരു അച്ഛനല്ല എന്ന് അവർ വലുതാവുമ്പോഴായിരിക്കും പതുക്കെ റിയലൈസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടാവുക രണ്ടാമത്തെ കുട്ടികളൊക്കെ. അപ്പോൾ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഇതൊക്കെ സംഭവിക്കുമോ? ഭിക്ഷയാചിക്കേണ്ടി വരും ഒരു സ്ത്രീക്ക് എന്നൊക്കെ ചോദിച്ചാൽ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. ആ സ്ത്രീ പറയുന്നുണ്ട് വൈകുന്നേരം വരെ ഭിക്ഷയാചിക്കും. ഈ വലിയൊരു തോൾസഞ്ചിയിൽ ഈ കുട്ടിക്കുള്ള പാലും പെണ്ണുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് ഈ പാലും പെണ്ണും കൊടുക്കും. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ ഓരോ വീടുകളിലും കാണുന്ന ആളുകളോടൊക്കെ കൈ നീട്ടി ആ പൈസയും കൊണ്ട് വൈകുന്നേരം എന്തെങ്കിലും ഭക്ഷണവും കൊണ്ട് ഏതെങ്കിലും കടത്തിണ്ണയിൽ വരും. ഒരുപാട് തെരുവ് നായ്ക്കളുടെ ആ ഒരു അകമ്പടിയോടെ അപ്പോൾ കിട്ടുന്ന ഈ ബെഞ്ഞിൻ്റെയും ഈ ആഹാരത്തിൻ്റെയും ഒക്കെ ഒരു പങ്ക് തെരുവ് നായ്ക്കൾക്കും കൊടുക്കും. അപ്പോൾ അവരുടെ ജീവിതം എവിടെ ചെന്ന് അവസാനിച്ചതിന് ഇങ്ങനൊരു ദൈവദൂതൻ്റെ പോലെ ഒരു മനുഷ്യൻ അവരുടെ ജീവിതത്തിൻ്റെ ആ ഇടയ്ക്ക് വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഈ തെരുവോരത്ത് തന്നെ ഒരുപാട് മനുഷ്യരെന്ന് വിശേഷിപ്പിക്കപ്പെടുക ആ രൂപം ഉണ്ടാവുകയും എന്നാൽ ചെന്നായ്ക്കളുടെ സ്വഭാവമുള്ള ഒരുപാട് ദ്രോഹം ചെയ്യുന്ന മനുഷ്യരുണ്ട്. അതൊക്കെ അവരെ കടിച്ചു കീറാതെയും ആ 3 കുഞ്ഞുങ്ങളെ ദ്രോഹിക്കാതെയും അവരുടെ ജീവന് ഹാനി വരാതെയും ഒക്കെ വളരെ ഒരു ദൈവികമായ കരങ്ങളെ കൊണ്ട് അവരെ ജീവിതത്തിലേക്ക് എടുത്തു കയറ്റിയ ആ മനുഷ്യനെ ശരിക്കും പറഞ്ഞാൽ മനസ്സുകൊണ്ട് നമ്മൾ നമിക്കുകയാണ്. അപ്പോൾ മഞ്ജു അഥവാ മനോജ് എന്ന് വിളിക്കുന്നത് അദ്ദേഹമാണ് വീഡിയോയിലൊക്കെ ഇവരുടെ ഒരു പരീക്ഷണ വസ്തു എന്ന് പറഞ്ഞാൽ ഈ മകളും അമ്മയും അദ്ദേഹം ഉൾപ്പെടുന്ന ആ വീഡിയോകൾ കണ്ടാൽ നമുക്ക് ചിരി വരും. ആ മകൾ ആ അച്ഛനോടുള്ള ആ ഒരു സ്വാതന്ത്ര്യം എന്തുമാത്രമാണെന്ന് അവരെന്ത് വീഡിയോയിൽ എന്ത് സ്കിറ്റായാലും എന്ത് വേഷമായാലും ആ അച്ഛൻ റെഡിയാണ് എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.